വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അഥവാ VFAയുടെ 30 ദിവസത്തെ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ് ആണ് നമ്മൾ ആരംഭിച്ചേക്കണേ അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന് തുടക്കം കുറിച്ചു. നമ്മള് എന്താ പറയാ, പോർച്ചുഗീസുകാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മള് ഡച്ചുകാരെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഡച്ചുകാരെ കുറിച്ച് പറയുമ്പോ ഡച്ചുകാര് 1592 ഡച്ചുകാരുടെ കമ്പനി ആരംഭിക്കുന്നത്. അപ്പൊ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1592 ഇന്ത്യയില് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എന്ന് ചോദിച്ചാൽ 1602 പറയും. 1602 ഇന്ത്യയില് ആര് വന്നത്? കമ്പനി വന്നത്. ഇന്ത്യയില് കമ്പനി വന്നത്. എന്നാൽ 1595 ഡച്ചുകാര് ഇന്ത്യയിൽ വരികയുണ്ടായി. ഡച്ചുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഫാക്ടറി ആരംഭിച്ചത് 1605 ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് മസൂലിപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. മസൂലിപട്ടണത്താണ് അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി. ഡച്ച് വിഭാഗം, ഡച്ചുകാര് ഏത് മതവിഭാഗക്കാരായിരുന്നു? പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗക്കാരായിരുന്നു. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡച്ചുകാർ വരുന്നതിന് മുന്നേ ഇവിടെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാര് കൊല്ലം പിടിച്ചടക്കുകയുണ്ടായി. എന്ത് പിടിച്ചടക്കി? കൊല്ലം പിടിച്ചടക്കി എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇന്ത്യയിൽ പാശ്ചാത്യ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം വികസിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരിലെ ആദ്യത്തെ ഡച്ച് അഡ്മിറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ വാൻഡർ ഹേഗ് ആണ്. സ്റ്റീഫൻ വാൻഡർ ഹേഗ്. ഇദ്ദേഹമാണ് ആദ്യത്തെ ഡച്ച് അഡ്മിറൽ. ഡച്ചുകാരുമായി ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയ നാട്ടുരാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. കോഴിക്കോട് സാമൂതിരിയാണ് ഡച്ചുകാരുമായിട്ട് ആദ്യമായിട്ട് എന്തുണ്ടാക്കിയത്? ഒരു എന്താ പറയാ, ഉടമ്പടി എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. ഈ ഡച്ച് സാമൂതിരിയും കോഴിക്കോട് സാമൂതിരിയും സ്റ്റീഫൻ വാൻ ഹോഗും തമ്മിലായിരുന്നു എന്തുണ്ടാക്കിയത്? ഉടമ്പടി ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാ മക്കളെ ഈ ഉടമ്പടി ഉണ്ടാക്കിയേ? ഇന്ത്യയിൽ നിന്ന് ആരെ തുരത്താൻ? പോർച്ചുഗീസുകാരെ തുരത്താൻ. ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരി എന്തുണ്ടാക്കി? ഡച്ചുകാരുമായി ഒരു പരസ്പര കരാർ ഉണ്ടാക്കാണ്. അങ്ങനെ ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയുമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാറ് കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ഉണ്ടാക്കിയ കരാറാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 1741 കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിക്കാറുണ്ട്. എന്താണ് കുളച്ചൽ യുദ്ധം? 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. അപ്പോ മാർത്താണ്ഡവർമ്മ, ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു യുദ്ധം. അതായത് മാർത്താണ്ഡവർമ്മയുടെ അധീനതയിൽ തിരുവിതാംകൂർ വളരെയധികം ശക്തി പ്രാപിച്ചു. ഇതിനെതിരായി ഇളയിടത്ത് റാണിയുണ്ട്. അവരെ സിംഹാസനത്തിൽ ഏറ്റാനായിട്ട് ആര് നോക്കാണ്? ഡച്ചുകാർ നോക്കാണ് മാർത്താണ്ഡവർമ്മയെ മാറ്റി. അപ്പൊ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 കുളച്ചൽ യുദ്ധം നടക്കുകയാണ്. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് സൈന്യാധിപന്റെ പേര് ക്യാപ്റ്റൻ ഡിലനോയ് എന്നാണ്. ക്യാപ്റ്റൻ ഡിലനോയ്. അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് പരിശീലനം നൽകിയിട്ടുള്ളതിനാൽ അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്നും വിളിക്കുന്നു. വലിയ കപ്പിത്താൻ എന്നൊരു പേരിട്ടുകൂടി വിളിക്കുന്ന വ്യക്തിയാണ് ആര്? ഡിലനോയ് എന്ന് പറയുന്നത്. ഡിലനോയുടെ ജന്മദേശം എവിടെ എന്ന് ചോദിച്ചാൽ ബെൽജിയമാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. അദ്ദേഹത്തിന്റെ ശവകുടീരം ഉദയഗിരി കോട്ട, അതായത് തമിഴ്നാട്ടിലെ
തക്കല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഒരു ശവകുടീരം കാണപ്പെടുന്നത്. ഈ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും 1753 ഒപ്പിട്ട ഉടമ്പടിക്ക് വിളിക്കുന്ന പേരെന്താ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മാവേലിക്കര ഉടമ്പടി എന്നാണ്. മാവേലിക്കര ഉടമ്പടി. ഇനി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് പോർത്തൂസ് മലബാറിക്കസ് ആണ്. ഓർത്തൂസ് മലബാറിക്കസ് ആണ് സംഭാവന. 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടമാണ് ഓർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച കാലഘട്ടം. മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥമാണ് ഓർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ പ്രോത്സാഹനത്താൽ തയ്യാറാക്കപ്പെട്ട കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥം, അതുപോലെ തന്നെ കണ്ടൽ വനങ്ങളെ കുറിച്ച് പറയുന്ന ഇന്ത്യയിലെ ആദ്യ ഗ്രന്ഥമാണ്. ഓർത്തൂസ് മലബാറിക്കസ് രചിക്കാനായി മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആര് എന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അഡ്മിറൽ വാൻ റീഡ് എന്നാണ്. അഡ്മിറൽ വാൻ റീഡിനെ ഈ പുസ്തകം തയ്യാറാക്കാൻ സഹായിച്ച ഒരു സന്യാസിയാണ് മാത്യൂസ് എന്ന് പറയുന്നത്. കൂടാതെ രംഗഭട്ട്, അതുപോലെ തന്നെ അപ്പുഭട്ട്, അതുപോലെ വിനായകഭട്ട് തുടങ്ങിയ ബ്രാഹ്മണരും, കൂടാതെ ഈഴവ ആയുർവേദ വൈദ്യനായ ഇട്ടി അച്യുതൻ, ഇത്രയും ആൾക്കാര് അഡ്മിറൽ വാൻ റീഡിനെ ഈ ഗ്രന്ഥം നിർമ്മിക്കാൻ സഹായിച്ചവരാണ്. 12 വാല്യങ്ങളിലായി ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നായിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങ് എന്ന സസ്യത്തെ കുറിച്ചാണ്. 742ഓളം സസ്യങ്ങളെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു പേര് കേരളാരാമം. ഓർത്തൂസ് മലബാറിക്കസിന്റെ മറ്റൊരു പേര് കേരളാരാമം എന്നാണ്. ഇതിന്റെ മലയാളം പരിഭാഷ നടത്തിയത് 2020 പത്മശ്രീ നേടിയ ഡോക്ടർ മണിലാൽ ആണ് എന്നത്. ഇനി കേരള ആരാമം എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മലബാറിക്കസിന്റെ അപരനാമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഓർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഡച്ചുകാര് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ അവസാനം വന്ന വിദേശികളാണ് ആര്? ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നത് ആര് എന്ന് ചോദിച്ചാൽ 1664 അതിന്റെ സ്ഥാപകൻ പോൾ ബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ലൂയി 14 ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ സൂററ്റിലാണ് അവർ സ്ഥാപിച്ചത്. അത് 1668. സൂററ്റ് കഴിഞ്ഞതിന് ശേഷം അവർ മസൂലിപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തും, അതിനുശേഷം ചന്ദ്രാനഗർ എന്ന് പറയുന്ന സ്ഥലത്തും, അതിനുശേഷം പോണ്ടിച്ചേരിയിലും ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ കോളനി എവിടെയാണ്? പുതുച്ചേരിയിലാണ്.
അതിനുശേഷം തമിഴ്നാട്ടിലെ കാരയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തും കേരളത്തിലെ മാഹി, അതുപോലെ തന്നെ ബംഗാളിലെ ചന്ദ്രനഗർ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ യാനം, ഇതൊക്കെ തന്നെ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട കോളനികളായിരുന്നു. ഇതിൽ ചന്ദ്രനഗർ കേരളീയരെ ആക്രമിച്ച് കീഴടക്കുകയുണ്ടായി. ഫ്രഞ്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം, കേരളത്തിനുള്ളിലെ പ്രദേശമായ മാഹിയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്നത് മയ്യഴിപ്പുഴയെയാണ്. ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശത്ത് നിന്ന് വേർതിരിച്ചിരുന്നത് മയ്യഴിപ്പുഴയാണ്. ഇപ്പൊ യൂറോപ്പിൽ നിന്നും ഇംഗ്ലണ്ടിനെ ഫ്രാൻസിനെയും വേർതിരിച്ചിരുന്നത് ഇംഗ്ലീഷ് ചാനൽ ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം. പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഗവർണറുടെ പേര് ഫ്രാങ്കോയി മാർട്ടിൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്കോയി മാർട്ടിൻ എന്നാണ്. അദ്ദേഹത്തെ നമ്മൾ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ആരെ? ഫ്രാങ്കോയി മാർട്ടിനെ. ഇനി അടുത്തത് തെക്കേ ഇന്ത്യയിലെ പൂർവ്വ പർവ്വത നിരകൾക്കും കോറമാണ്ടൽ തീരത്തിനുമിടയിലുള്ള സമതല പ്രദേശങ്ങൾ കീഴടക്കാൻ നമ്മുടെ ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. ആ 3 യുദ്ധങ്ങളെ നമ്മൾ വിളിക്കുന്നത് കർണാട്ടിക് വാർ എന്നാണ്. 1-ാം കർണാട്ടിക് വാർ, 2-ാം കർണാട്ടിക് വാർ, 3-ാം കർണാട്ടിക് വാർ. അതിലെ 1-ാം കർണാട്ടിക് വാർ ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഫ്രഞ്ച് ഗവർണർ ആയിട്ടുള്ള ഡ്യൂപ്ലേയും അതുപോലെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു 1-ാം കർണാട്ടിക് വാർ. 1-ാം കർണാട്ടിക് വാറിന് കാരണം എന്താണ്? ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം. ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശ യുദ്ധമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വാർ 1746 തൊട്ട് 48 വരെയാണ് 1-ാം കർണാട്ടിക് വാർ നീണ്ടു നിന്നത്. ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജിതരാക്കി എന്ത് പിടിച്ചടക്കി? മദ്രാസ് ഫ്രഞ്ചുകാരെ പിടിച്ചടക്കി. ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധമാണ് 1-ാം കർണാട്ടിക് യുദ്ധം. ഇത് അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയുടെ പേര് എക്സ് ലാ ചപ്പേൽ എന്നാണ്. ചപ്പേൽ എന്നും ചാപ്പൽ എന്നും ഒക്കെ പറയും. എക്സ്ലാ ചപ്പേൽ. പല ബുക്കുകളും പലതാ പറയണ. അത് ഓരോരുത്തരും പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ്. ഇത് 1748 അതിനുശേഷം എന്തുണ്ടായി? 2-ാമത്തെ വാർ ഉണ്ടായി. 2-ാം കർണാട്ടിക് വാർ ഉണ്ടാവുകയാണ്. അത് 1749 മുതൽ 1754 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോ എന്താണ് ഇതിന്റെ കാരണം? കർണാടക, ഹൈദരാബാദ് പിന്തുടർച്ച അവകാശ തർക്കം. കർണാടക ഹൈദരാബാദ് പിന്തുടർച്ച അവകാശ തർക്കമാണ് അതിന്റെ കാരണം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു യുദ്ധം നടന്നിട്ടുള്ളത്. യുദ്ധത്തിന്റെ പരിണിത ഫലമായി 1754 എന്ത് ഉടമ്പടി ഉണ്ടാക്കുകയാണ്? പോണ്ടിച്ചേരി ഉടമ്പടിയോടുകൂടി യുദ്ധം അവസാനിക്കുകയാണ്. ഈ സന്ധി പ്രകാരം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ ഉണ്ടായി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. അടുത്തത് 3-ാമത്തെ വാർ നടക്കുകയാണ്. തേർഡ് വാർ നടന്നത് 1758 മുതൽ 1763 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോ റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ കൗണ്ട് ഡി ലാലി ഈ 2 പേരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഉണ്ടായിട്ടുള്ള യുദ്ധമാണ്. ഉടമ്പടി 1763 ഉടമ്പടിയുടെ പേര് പാരീസ് ഉടമ്പടിയാണ്. ഈ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. 7 years വാർ, സപ്തവത്സര യുദ്ധമാണ്. ഇത് നടന്നത് ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലാണ് 7 years വാർ നടന്നത് എന്ന് ഓർത്തു വെക്കാം.
ഫ്രഞ്ചുകാർ ഈ യുദ്ധത്തിന്റെ പരിണിത ഫലമായി ഫ്രഞ്ചുകാർ എന്ത് പിടിച്ചടക്കി? സെന്റ് ജോർജ് കോട്ട, സെന്റ് ജോർജ് ഫോർട്ട് പിടിച്ചടക്കി എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് എന്താണ്? ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. ഫ്രഞ്ചുകാരുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം 1760 വാണ്ടിവാഷ് യുദ്ധമാണ്. വാണ്ടിവാഷ് യുദ്ധമാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം എന്നാണ്? 1954 1954 കേട്ടോ. അപ്പോ അടുത്തത് ഫ്രഞ്ചുകാരുടെ സഹായത്താൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ നാട്ടുരാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പു സുൽത്താന്റെ പേരാണ് പറയാ. ആരുടെയാണ്? ടിപ്പു സുൽത്താന്റെ പേരാണ് പറയാ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കണ്ട, അതായത് മൈസൂർ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണേ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ. ഇത് ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കേട്ടോ.